ഇതെല്ലാം നമ്മൾ വിറ്റിരുന്നത്. അതുപോലെ ഇന്ന് ആ മത്സ്യത്തൊഴിലാളി ജനവിഭാഗം തന്നെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ച് ഈ കമോഡിറ്റി ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആ കവിത അവസാനിക്കുന്നത്. അത് നല്ലൊരു തോട്ട്സ് ആണല്ലോ അല്ലേ? കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു. കാരണം പ്രത്യേകിച്ച് ഇത് ഈ തീരദേശം പണ്ടുണ്ടായിരുന്നത് പോലെ അല്ലല്ലോ. ഇപ്പം നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും പല സന്ദർഭങ്ങളിലും സംരക്ഷിക്കപ്പെടാറില്ല. പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഈ അഞ്ചുതെങ്ങ് പ്രദേശത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ മുതലപ്പുഴി ഹാർബർ കഴിയുമ്പോൾ അവിടെ വീടുകൾ നമ്മൾ കാണാം. ചില വീടുകൾ, ഈ വീടുകളിൽ നമ്മൾ നിന്നിട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് നോക്കിയാൽ വീടിൻ്റെ മുറിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കടലടിച്ചുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ കടൽ കയറി വന്ന് ഈ ഒരു രാത്രി കൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയും അവർ പോവുകയും. അപ്പോൾ നമ്മൾ നോക്കും ഇങ്ങനെ അനാഥമായി നിൽക്കുന്ന പ്രേതം കണക്കെ അവിടെ 100 കണക്കിന് വീടുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഏതോ ഒരു കാലത്ത് പ്രതീക്ഷയോടുകൂടി കെട്ടിയ വീടുകൾ. അത് പണ്ട് ഈ മനുഷ്യർ കടലറിഞ്ഞിട്ടാണ്, കടലത്രയും കയറി വരില്ല, ആ ധാരണയുള്ളതുകൊണ്ടാണ് അവരവിടെ വീട് കെട്ടുന്നത്. പക്ഷേ ഇന്ന് പലതരം കടലിനകത്തുള്ള നിർമ്മാണങ്ങൾ, പല കാലാവസ്ഥയുടെ മാറ്റം ഒക്കെ തന്നെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ അന്യാധീനപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ ഈ കവിതയ്ക്കകത്ത് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചെങ്ക് എന്നുള്ള ആ കവിത കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് നമുക്ക് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട കവിത എന്നാണ് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, മറ്റേ ഈ അവിയങ്കോര എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആ അവിയങ്കോര എന്ന് പറയുന്ന കവിതാ സമാഹാരം ഈ 2020 പുറത്ത് വരുന്നത്. DC ബുക്സാണിത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ നമ്മുടെ ഇടയിൽ ചില ഇതുണ്ട്. ഇപ്പം മരിച്ച മനുഷ്യർ ഈ ചിത്രശലഭങ്ങളായി അല്ലെങ്കിൽ മറ്റേ പക്കികളായിട്ടൊക്കെ തിരിച്ചു വരുമെന്നുള്ളൊരിതുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ ഇത് നമ്മുടെ അവിടെ ഇങ്ങനെ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യത്തിലൊരു ഹിന്ദു മിത്തോളജികളിലേക്ക് അത് കാക്ക എന്നുള്ളൊരു ശ്രാദ്ധമൂട്ടുന്നത് നമ്മൾ അവർക്കാണല്ലോ. പക്ഷെ മരിച്ചവർ ഈ പക്കികളായി തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയണത് ഞാൻ അവിടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഈ മരിച്ചുപോയ അച്ഛൻ ഇങ്ങനെ പക്കിയായി തിരിച്ചു വന്ന് ഇങ്ങനെ നമ്മുടെ അടുത്തെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതൊരു തരം എന്താ പറയുക, കവിതയ്ക്കകത്ത് തന്നെ പലതരം ഫോമുകൾ പരീക്ഷിക്കുമ്പോൾ ഒരു തരം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ആ കവിത എഴുതുന്നത്. അപ്പോൾ അവിയങ്കോര എന്നാണ് ആ കവിതയുടെ പേര്. ചാക്കാല കഴിഞ്ഞ് പക്കിയായി ആത്മാവ് വീട്ടിൽ വന്നു, അപ്പാ അപ്പാ എന്ന് ഞങ്ങൾ 9 ആർത്തു. തൈലം പുരട്ടി കിടന്നതേ ഉള്ളൂ അമ്മ, ഒറ്റ കുത്തിന് കൊണ്ടയ്ക്ക് പിടിച്ചു നിർത്തി തെറിച്ച കടലാളത്തിൽ 4 പള്ളുരിച്ചു. അപ്പാ അപ്പാ അപ്പൻ്റെ ചിറകന്താ ഇങ്ങനെ, കല്ലറയിലെ കിടപ്പെങ്ങനെ, ഞങ്ങൾ 9 മുട്ടുകുത്തി. വലയെടുക്ക് മക്കളെ മേലാട്ട് നടക്ക്, അവിയങ്കോര പാവി തിരിച്ചണയാം. നേരം വെട്ടം വച്ചു, ഈരഞ്ചീലയോടെ ഞങ്ങൾ 10 ആളും വന്നേറി. നല്ല ഉറക്കത്തില അമ്മ. ഭാ എണീക്കടി അപ്പൻ്റെ ആട്ട്, അവിയങ്കോര വെന്തു മണത്തു, മരിച്ചീനിയും ഉപ്പും മുളകും. ഏമ്പക്കം വിട്ട് അപ്പൻ ഇറങ്ങി. അപ്പാ അപ്പാ അപ്പൻ എങ്ങോട്ടാ, അപ്പാ അപ്പാ അപ്പൻ എങ്ങോട്ടാ, ഇവിടെ ഇരുന്നോണം, ഞങ്ങൾ പോയി കിടക്കാം കല്ലറയിൽ എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചുപോയി. അപ്പം അച്ഛൻ ഈ പക്കിയായി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് മനസ്സിലായി പക്കിയായി വന്ന് നിൽക്കുന്നത് അപ്പനാണ്. അപ്പോൾ 9 മക്കളും അപ്പനെ പെട്ടെന്ന് കണ്ടിട്ട്, അയ്യോ അപ്പൻ്റെ ചിറകെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൻ എങ്ങനെയാണ് ഈ കല്ലറയിൽ കിടക്കുന്നത്, എങ്ങനെയാണ് അത് മരിച്ചതിന് ശേഷം ആ ഒരു കിടപ്പ് നമുക്ക് വശമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കല്ലറയിൽ കിടക്കുന്നത്? അപ്പോൾ അപ്പൻ ഈ സ്വാഭാവികമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് അപ്പം പറയണം മക്കളുടെ അടുത്ത്, മക്കളെ നിങ്ങളെല്ലാം വല അങ്ങ് എടുക്ക്, നമുക്ക് കടപ്പുറത്തേക്ക് പോവാം, നമുക്ക് ചെന്നിട്ട് അവിയങ്കോര നല്ലൊരു മീനാണ്, അപ്പോൾ ആ മീനിനെയും പിടിച്ച് നമുക്ക് വരാമെന്ന് പറഞ്ഞ് ഇവർ നേരെ ചെന്ന് മീൻ പിടിക്കുകയാണ്. എന്നിട്ട് നേരം ഇങ്ങനെ വെട്ടം വെക്കാറാകുമ്പോൾ അതിരാവിലെ ആകുമ്പോൾ ഇങ്ങനെ വരികയാണ് കയറി. അമ്മ ഉറങ്ങി കിടക്കുന്ന അമ്മേനെ ഇങ്ങനെ തട്ടി എണീപ്പിച്ച് നേരെ ഇതെല്ലാം വച്ച് ഈ മരിച്ചീനിയും മുളകും ഇതൊക്കെ ഇങ്ങനെ വേവിച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൻ ഇങ്ങ് തിരിച്ചു പോകുമ്പോൾ മക്കൾ ചോദിക്കുകയാണ്, അപ്പൻ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ഇനി ഇവിടെ ജീവിച്ചോ, അപ്പന് വേണ്ടി ഞങ്ങൾ പകരം എവിടെ ചെന്ന് കിടക്കാം, കല്ലറയിൽ ചെന്ന് കിടക്കാം. പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് മരണത്തിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അത് ആ കവിതയിലൂടെ അത് പുറത്തു വന്നു. മാത്രമല്ല ലോകത്തുള്ള ഒട്ടുമിക്ക
ഗോത്ര സമൂഹങ്ങളും അവരുടേതായ ചില ഇപ്പം ആഫ്രിക്കൻ ഗോത്രങ്ങൾ, പല ഗോത്ര സമൂഹങ്ങൾ അവരുടേതായ ചില മിത്തുകൾ, ചില വിശ്വാസങ്ങളിലൂടെയാണ് അവരിത്തരം വേദനകളെ, പെയിനെ അവർ തരണം ചെയ്തു പോകുന്നത്, സർവൈവ് ചെയ്യുന്നത്. അപ്പം അതുപോലെയുള്ള ചിലതൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരം ഈ തീരദേശം എന്ന് പറഞ്ഞാൽ അതൊരു ഗോത്ര സമൂഹത്തിന് തുല്യമായിട്ടാണ് ഒരുപക്ഷെ ഒരു സവിശേഷമായ ഭാഷ, സവിശേഷമായ ബന്ധമുറകൾ, സവിശേഷമായ തൊഴിൽ, പ്രത്യേകിച്ച് കടലിൻ്റെ വന്യത മുഴുവൻ അനുഭവിക്കുകയല്ലേ. രാവിലെ ചെന്ന് ഈ കടലിൽ എന്നിട്ട് ഇപ്പം കുട്ടിക്കാലത്ത് അപ്പനോടൊപ്പം ഈ കട്ടമരത്തി കടലിൽ പോയ അനുഭവമുണ്ട്. അപ്പോൾ ഈ കടലിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ വല്ലാതെ ഇതായി പോകുന്നത്, ഇപ്പോൾ ഈ വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ ഈ ചാള മീൻ, ഒരുപാട് മീനുള്ള സമയം പറയും, നല്ല മീൻ ചാള ഈ ഇതുണ്ടെന്നാ. അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ ചാകരയെന്നല്ല അതിന് പറയാം. ചാകര സത്യം പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇങ്ങനെ മീൻ പെയ്ത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം പോകും. സാധാരണഗതിയിൽ കട്ടമര രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ഈ അപ്പനിങ്ങനെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ ചില സമയം ഈ കടലിൽ പോയ അനുഭവമുണ്ട്. അപ്പോൾ ഈ വിഴിഞ്ഞ ഹാർബർ താണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് എനിക്കൊന്നൊരു 7-8 വയസ്സുള്ള സമയത്ത് ഇതാ പറയുന്നത്. അപ്പം നമ്മുടെ അവിടെ ആ വയസ്സ് തന്നെ ധാരാളമാണ് ആൾക്കാർക്ക്. 7-8 വയസ്സിൽ പിന്നെ കടലിൽ പോകുന്ന ധാരാളം ഒരുപാട് പേര് അത്തരം ആ സമയങ്ങളിലെന്ന് പറയുന്നത് പോകും. ഇപ്പം ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഈ എണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീ ആണ്. അപ്പം കിഴവനും കടലും എന്നാണ്. സാന്ത്യാഗോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ ഹവാന ദ്വീപിൻ്റെ പരിസരത്തുള്ള മനുഷ്യരുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് സാന്ത്യാഗോ എന്ന് പറയുന്ന 10-70 വയസ്സുള്ളൊരു വൃദ്ധൻ, ആ വൃദ്ധൻ്റെ കൂടെ ഈ കടലിൽ ആദ്യമായി പോകുന്ന ഒരു ചെറുക്കൻ മനോളിൻ, അവന് 7ാമത്തെ വയസ്സിലാണ് പോകുന്നത്. അത് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കതറിയാം. 7 വയസ്സെന്നൊക്കെ പറയുന്നത് കടലിൽ തുള്ളിച്ചാടി പോകാൻ പറ്റിയൊരു പ്രായം കൂടിയാണത്. കടലിൽ പ്രത്യേകിച്ച് നീന്താൻ പഠിക്കുന്നു. അപ്പോൾ ഈ കടലിൽ പോകുമ്പോൾ നമ്മൾ ഈ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ കട്ടമരവോ അല്ലെങ്കിൽ ചെറിയ ഫൈബർ വള്ളമൊക്കെ കിടക്കും. അപ്പോൾ അതിലിങ്ങനെ ചെറിയ വിളക്കാണ്. ഇന്നിപ്പോൾ ഇച്ചിരി ലൈറ്റ് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ വിളക്കാണ്, ഈ പന്ത വിളക്ക്, പാട്ട വിളക്കെന്ന് പറയും. അപ്പോൾ ഈ വിളക്ക് വെച്ച് ഗ്യാസിൻ്റെ ഇത് വെച്ച് ഇങ്ങനെ മൂടി ആ വിളക്കിലാണ്. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്ത് ഓരോരോ വീടിരിക്കുന്നവരെയാണ്. ഇവിടെ കടൽ വെള്ളമാണ്, നീലയാണ്, പക്ഷേ ഈ ചുറ്റി ഇരുട്ടാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് അപ്പുറത്തൊരു വീട്, ഇപ്പുറത്തൊരു വീട് എന്ന ഫീലാണ് നമുക്ക്. നമ്മൾ ആ ഇങ്ങനെ ഇരുന്നിട്ട് ഈ മീൻ വലയിട്ട് കുറച്ച് നേരം ഇരിക്കുക, പിന്നെ കിടക്കുമ്പോൾ ഈ കട്ടമരത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കടൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ നനഞ്ഞിട്ടാണ് നമ്മൾ ജസ്റ്റ് കിടക്കുകയും പിന്നെ ഇത് കാണാം. അപ്പോൾ ആ രാത്രിയിൽ നക്ഷത്രം മാത്രമുണ്ട്, നമ്മൾ ദൂരെ നോക്കുമ്പോൾ കരയുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റിലും മറ്റ് കുറച്ച് പേര് അവിടെ ഇവിടേക്ക് ഇങ്ങനെ പണിയെടുക്കുന്ന അവരുടെ വെട്ടം മാത്രമുണ്ട്, അതിനപ്പുറം ഒന്നുമില്ല. ആ ഒരു വിജനത ഭയങ്കര ഒരു വിജനതയാണ്. അതല്ല, ഈ പണ്ട് കാലത്ത് ഈ ആൾക്കാർ പറയും ഈ പാരുകൾ തേടി പോകുന്ന ആൾക്കാരുണ്ട്. പാരെന്ന് പറയുന്ന കടലിനകത്ത് ഈ മീൻ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടെത്തിയാൽ ഏത് വറുതിക്കാലത്ത് ഇവർക്ക് ഇന്ന് മീൻ പിടിക്കാം. അപ്പോൾ അത്തരം പാരുകൾ കണ്ടെത്താനായിട്ട് ഇതുപോലെ ഈ കട്ടമരം ചാളത്തടി, ആ ചാളത്തടിയിൽ തുഴഞ്ഞ് നേരെ പോകും. അപ്പോൾ ഇത് പോകുമ്പോൾ വലിയ അപകടങ്ങൾ വരാം. ചിലപ്പം ഈ പോയ ആൾ തന്നെ ഈ വള്ളം കമന്ന് ചത്തു പോവാം. പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അപ്പം ഇങ്ങനെ അതിസാഹസികമായ ഒരു പോക്ക് ഈ കടലിനകത്തുണ്ട്. അതുകൊണ്ട് ഇനി ഇത് വേറൊരു എന്താ പറയുക, നമ്മൾ ഈ മറ്റു മനുഷ്യരിങ്ങനെ ജീവിക്കുന്നത് പോലുള്ള ഒരു അനുഭവമൊന്നുമല്ല. അതല്ലാതെ ഈ പാരുകൾ കണ്ടെത്തിക്കൊണ്ടുവന്നാൽ ഒരു 5-6 ദിവസം കടലിൽ കിടന്നിട്ടാണ് ഈ പാര് കണ്ടെത്തുന്നത്. പാര് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഇന്ന സ്ഥലമാണ്. അപ്പോൾ അവരവിടെ ഒരു തിട്ടമൊക്കെ വയ്ക്കും. അതായത് ഇന്ന സ്ഥലമാണ് പാരിന്, നാളെ വന്ന് ഇതേ സ്ഥലം കടലിൽ അടയാളം കണ്ടെത്തണ്ടേ. അപ്പോൾ അതിനുവേണ്ടി അവർ ചിലപ്പോൾ മലകളെ, കുന്നുകൾ, അവിടെ നിന്ന് കാണുന്ന മലയും കുന്നും ഒക്കെ അതിനെയൊക്കെ അടയാളം വച്ചിട്ടാണ് അവർ ആ പാരിനൊരു പേര് വിട്ട് ഇവർ നേരെ വന്ന് കരയിൽ വന്ന് ഇനി വറുതിക്കാലം വരുമ്പോഴും ഇവർ പോവും ഈ ചില മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഇവർ പാര് കണ്ടെത്തിയവർക്ക് സന്തോഷമാണ്. കാരണം അവിടെ വറുതിക്കാലത്ത് അവർക്ക് വലിയൊരു മീനുണ്ടാവും. അങ്ങനെ പോയി അതിസാഹസം. അതുകൊണ്ട് ഈ ഒരു ഗോത്ര സമൂഹം പോലെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇങ്ങനെ മൂടിയിരിക്കുന്ന ഒരു സമൂഹമാണ് സത്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ അനുഭവം കൂടിയാണ് ഈ കവിതയ്ക്കകത്ത്. അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ പോയി കടലിൽ ഭയം തോന്നിയിട്ടില്ലേ? ആദ്യമൊക്കെ നമുക്ക് ഭയം എന്നൊരു ഇതില്ല, പക്ഷെ ചൊരുക്ക് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ കരയിൽ നിൽക്കുന്നത് പോലെ സ്റ്റേബിൾ അല്ലല്ലോ നമ്മുടെ ബോഡി. ഈ വെള്ളം ഇങ്ങനെ കിടന്ന് ഇതായിക്കൊണ്ട് അപ്പോൾ കട്ടമരത്തിൽ ഇതിങ്ങനെ ഒലഞ്ഞൊലഞ്ഞ് കിടക്കുമ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ഇളക്കിയെടുത്ത് ഛർദ്ദിക്കും. അല്ല, ഭയം എന്ന് പറഞ്ഞൊന്നുമില്ല. കാരണം നമ്മൾ സത്യത്തിൽ അക്കാലത്തേക്ക് നമ്മുടെ ധൈര്യം നമ്മുടെ അപ്പനാണ്. അപ്പൻ ഇരിപ്പുണ്ടല്ലോ. അപ്പനിങ്ങനെ ഞങ്ങൾ 9 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ 7 ആണുങ്ങളാണ്. അപ്പോൾ ഈ അതിരാവിലെ ഈ കട്ടമരം എന്ന് പറയുന്നത്
4 തടിയായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഈ 4 തടീനെ ഒരുമിച്ച് എടുത്ത് കൊണ്ടുവന്ന് ചേർത്ത് കെട്ടണം. അപ്പം ഞങ്ങൾ ഈ 7 ആൺമക്കളിൽ ഞങ്ങളേക്ക് കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം ഒരാളെ കൂടി അതിനകത്ത് പിടിച്ചിരുത്തും. അത് ആർക്കാണ് ആ സമയം ഇത് വീഴുന്നതെന്ന് അറിഞ്ഞൂടാ. അന്ന് ഞാൻ അക്കാലത്ത് എനിക്ക് ഒന്ന് കുറച്ച് എന്ന് വെച്ചാൽ എൻ്റെ ഇളയി തന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് പിന്നീട് കൊണ്ടുപോയിട്ടുണ്ടാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ കൊണ്ട് കട്ടമരമൊക്കെ കിട്ടിയതിന് ശേഷം ഒരാളെ കൂടി കൊണ്ടാണ് അച്ഛൻ പോകുന്നത്. പോയിട്ട് നേരെ തിരിച്ചു വരുമ്പോൾ ഒരു 11-12 മണിയാകുമ്പോൾ വിഴിഞ്ഞ ഹാർബറുണ്ട്. ഇന്നത്തെ വലിയ ഹാർബറല്ല. അപ്പോൾ ആ ഹാർബറിൻ്റെ അവിടെ നമ്മളിങ്ങനെ നിൽക്കും. അപ്പം വിഴിഞ്ഞ ഹാർബറിൻ്റെ ആ വെട്ട് താണ്ടി ഈ തുഴഞ്ഞ് കട്ടമരവുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളുടനെ അപ്പാന്ന് വിളിക്കും. അപ്പം നേരെ ഹാർബറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളെ കൂടി അതിനകത്ത് പിടിച്ചിരുത്തി നേരെ കടപ്പുറത്ത് കൊണ്ട് ഈ മീൻ വിറ്റ് പോകുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് ഈ അപ്പൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ പിന്നെ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കടലല്ലേ, എല്ലാ ദിവസവും കാണുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് കിടന്നത്. അതിൻ്റെ അലർച്ചയും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല കടലിനകത്ത് നിന്ന് മനുഷ്യർ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ കുറച്ചുകൂടി ഒച്ചത്തിലാണ് സംസാരിക്കുക. കാരണം ഈ ഇരമ്പത്തിൻ്റെ ഇതിൽ നിന്ന് അങ്ങോട്ട് കേൾക്കണ്ടേ. രണ്ടുപേരും ഇപ്പം തലവെള്ളത്തിലൊരാൾ നിന്നാലും ഇപ്പം ഇവിടെ ഈ ഈ ഇത് ചെയ്യുന്ന ഇവിടെ നിന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒച്ചത്തിൽ അല്പം കൂടി അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ സംസാര രീതി ഒന്ന് നോക്കിയാൽ മതി. കാരണം ഈ കടലും ഇരപ്പും അതിനെയൊക്കെ അതിവർത്തിക്കുന്ന തരത്തിലുള്ളൊരു ഒച്ച അവർക്കുണ്ട്. അതവരുടെ ആ ഒരു ഇതാണ്. ഇപ്പോൾ ഈ കവിതകൾ കഴിഞ്ഞിട്ട് അടുത്ത തലത്തിലേക്ക് വന്നപ്പം എങ്ങനെയുള്ള കവിതകളായിരുന്നു? അല്ല, ഞാൻ മിക്കവാറും എൻ്റെ കവിതകളിൽ വേറൊരു തലമെന്ന് പറയുന്നില്ല. ഇത് കുറച്ച് ഇത്തരം ഇതുപോലുള്ള ഇത് തന്നെ എന്ന് വെച്ചാൽ വേറെ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം വെച്ച ഒരു പക്ഷേ കടലല്ലാത്ത കുറച്ച് കവിതകൾ, കുറച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള കവിതകൾ എഴുതുന്നു. പാരിസ്ഥിതികമായിട്ടുള്ള കവിതകൾ, അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ വിമർശനമുള്ള കവിതകൾ, അല്ലെങ്കിൽ ചില ചരിത്രത്തെ ഒരുപക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനെ കിടക്കുന്ന ചില ചരിത്രത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന കവിതകൾ, അങ്ങനെയുള്ള കുറച്ച് കവിതകൾ ഇതിനകത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആൾക്കാർ അടയാളപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇതിപ്പം ലോക സാഹിത്യത്തിൽ തന്നെ ടറക് വാൾക്കോട്ടിനെ പോലെയുള്ളൊരു കവിയുണ്ട്, നൊബേൽ പ്രൈസ് കിട്ടിയ കവിയാണ്. അപ്പോൾ ടറക് വാൾക്കോട്ട് കരീബിയൻ കടൽ തീരത്ത് ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ മുഴുവൻ കടലും കടലോര മനുഷ്യരും അവിടുത്തെ കാറ്റും അവിടുത്തെ മത്സ്യങ്ങളും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഇപ്പം സീ ഗ്രേപ്സ് പോലെയുള്ള, അല്ലെങ്കിൽ ടെയിൽസ് ഓഫ് ഫിഷർമാൻ, അല്ലെങ്കിൽ ഐലൻഡ്സ് പോലെയുള്ള കവിതകൾ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരുടെയൊക്കെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇത് വേറെ. പക്ഷെ അതിനകത്തൊരു ഏകദാനത വരാതെ നോക്കണമെന്നുള്ള. ഏകദാനത എന്ന് വെച്ചാൽ ഒരു കവിത പോലെ തന്നെ മറ്റേ കവിതയും തോന്നരുത് എന്നുള്ളൊരിതിൽ. പക്ഷേ അതിനപ്പുറത്തോട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മറ്റു വിഷയങ്ങളിലുള്ള കവിതകളും കുറച്ചധികം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കേന്ദ്രീകരിച്ച് പറയുക എന്ന് അറിയില്ല എന്നുള്ളത്.